ിക്കുന്നവനും സർവശക്തിന്റെ തറയിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. സ്തുതി. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നൽകുന്ന വചനത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമ്മൾ എന്ത് വേണം? നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണ്ടേ? ഈശോ നൽകുന്ന വചനം വഴി നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയോട് ചേർന്ന് നിൽക്കണം. വിശ്വസിക്കണം അല്ലേ? വിശ്വസിക്കാതെ നമുക്ക് അനുസരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മള് ഇപ്പോ വലിയ ഒരു അപകടത്തിലോ അല്ലെങ്കിൽ സഹായതയിലോ ദാരിദ്ര്യത്തിലോ ദുരിതത്തിലോ ഒക്കെ ആയിരിക്കുന്ന സമയങ്ങളിൽ കർത്താവ് ഒരു വചനം തരികയാണ്. ചിലപ്പോ അബ്രഹത്തിന് മക്കള് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സമയത്താണ് ദൈവം പറയുന്നത് എന്തെന്ന്? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും പോലെ ഇത്രയും ജനങ്ങള് അല്ലെ, കടലിന്റെ മണൽത്തരി പോലെയും നിനക്ക് മക്കളുണ്ടാവുന്നു. പക്ഷെ ആ ഒരു വാക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിശ്വസിക്കാം. പക്ഷെ പ്രായം മക്കളുണ്ടാകുന്ന ഒരു പ്രായമുണ്ടല്ലോ അല്ലെ? ഒരു മനുഷ്യന് മക്കളുണ്ടാകാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാകുന്ന ഒരു ശാരീരികമായ ഹെൽത്ത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഇങ്ങനെ പറയണത് അല്ലേ? കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്ക് അത് സ്വീകരിക്കാനായിട്ട് ഒരു പ്രയാസം ഉണ്ടാവും അല്ലെ? അങ്ങനെ ഒരു പ്രയാസം മനുഷ്യന്റെ സ്വാഭാവികമാണ്. പക്ഷെ അബ്രഹാം അത് വിശ്വസിച്ചു. അതെന്തായി ഭവിച്ചു? നീതിയായി മാറി അല്ലെ? അബ്രഹത്തിന് 60 വയസ്സ് കഴിഞ്ഞതിന് പിന്നെയാണ് ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കുന്നത്. അപ്പോ അത് കഴിയുമ്പോ ഒരു 100 വയസ്സടുത്ത് എത്തിയപ്പോഴാണ്, 109 വയസ്സ് കഴിയാറായപ്പോഴാണ്, 100ാമത്തെ വയസ്സിലേക്ക് എത്തിയപ്പോഴാണ് കുഞ്ഞിനെ കണ്ടത്. അപ്പൊ 40 വർഷം എന്ത് ചെയ്തു? കാത്തിരുന്നു. അപ്പോ നമുക്ക് ഒരു വചനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ നമുക്ക് ഉടനെ തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ നോക്കിയിരുന്ന് നമ്മുടെ വിശ്വാസ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ഫലം കൊയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഈ 40 വർഷത്തില് ഒരുപാട് പ്രതിസന്ധിയിൽ കൂടി പോവുകയും ചെയ്തു അല്ലെ? ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റിയോ? നിറവേറ്റി ഇല്ലേ? അബ്രഹത്തിന്റെ മക്കൾ, ഇപ്പൊ അബ്രഹത്തിന്റെ സന്തതികളും ഇൻക്ലൂഡഡ് ആണ് നമ്മളെല്ലാവരും അല്ലേ? ആ വാഗ്ദാന പ്രകാരമാണ് നമ്മളപ്പോ നമ്മളെ സംബന്ധിച്ച് ഏതൊരു അനുഗ്രഹവും വിശ്വസിക്കാതെ ഏറ്റെടുക്കുവാനായിട്ട് അനുസരിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോ നമുക്ക് വാഗ്ദാനങ്ങളെല്ലാം ഈ സങ്കീർത്തനം 91 കൂടുതലും വാഗ്ദാനങ്ങളാണ്, പ്രൊട്ടക്ട് ചെയ്യുന്ന വാഗ്ദാനങ്ങളാണ്. പക്ഷെ അത് ഞാൻ വിശ്വസിക്കണം. ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലെ സമയത്തായിരിക്കും
നമ്മളത് ക്ലെയിം ചെയ്ത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നമ്മളിലുള്ള സ്വാതന്ത്ര്യം ദൈവം വിട്ടുതരും. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അല്ലേ? നമ്മളില് കേൾക്കുന്നുണ്ടോ? റെസ്പോൺസ് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോ നമ്മളിലുള്ള വിശ്വാസം വഴിയാണ് നമുക്ക് അനുസരിക്കുവാനുള്ള ഒരു കൃപ. അതായത് വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുകയാണ്. ഇപ്പൊ ദാനമായി കിട്ടുന്നതിന് നമുക്ക് പൊതുവെ മനുഷ്യന്റെ സ്വഭാവത്തിൽ എന്താണ് ദാനമായി കിട്ടുന്ന വിലയുണ്ടാവില്ല. ദൈവം വിശ്വാസം ദാനമായി തന്നതുകൊണ്ട് അതിന്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. വിലയില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ നികൃഷ്ടതകള് അല്ലെങ്കിൽ ദുർബലതകള്, അവിശ്വാസം വന്നു കഴിഞ്ഞാല് അന്ധവിശ്വാസം വരും. അല്ലെ? ഇപ്പൊ നമ്മള് ഒരു കാര്യം പറയാണിപ്പോ, നിസ്സാരമായ കാര്യങ്ങൾ. ഇപ്പോ ആ ഒരു കല്ല് കാണിച്ചിട്ട് ഈ കല്ലേല് ചെന്ന് കുരിശ് വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളിപ്പോ ഒരു മെസ്സേജ്, ഇപ്പൊ ഡിജിറ്റൽ കാലമല്ല, അപ്പൊ അതുകൊണ്ട് ഈ മെസ്സേജ് വിട്ടു കഴിഞ്ഞാല് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ എന്ത് ചെയ്യും? അനുഗ്രഹം എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മൾക്ക് പറ്റുന്ന അത്രയും ആളുകളിലേക്ക് എത്തിക്കും. അല്ലേ? വിശ്വാസമുള്ളവര് ഡിലീറ്റ് ചെയ്യും. വിശ്വാസം കുറവുള്ള ആൾക്കാരെന്ത് ചെയ്യും? അത് എത്രയും വേഗം ആളുകളിലേക്ക്, അവര് വിചാരിക്കുന്ന വേറെ കാര്യമുണ്ട്, എത്രയും വേഗം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ആരാ കളിക്കണത്? സാത്താനാണ്. അല്ലെ? ഈ ചെയ്യുന്നത് കൊണ്ട് ഈ ഫോർവേഡ് ചെയ്യുന്ന ആളും വിശ്വാസ തലത്തില് വളർന്നിട്ടില്ലെന്നും, വിശ്വാസം ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്ന ആൾക്ക് കിട്ടുമ്പോ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആത്മീയ അറിവുണ്ടാവണം. അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അയാളുടെ കോണ്ടാക്ട്സിനൊക്കെ ഷെയർ ചെയ്യും. അല്ലേ? ഇങ്ങനെയാണ് പിശാചിന്റെ ഒരു വലിയ വക്താക്കളായി വിശ്വാസികളെന്ന് ലേബല് കുത്തിയ അന്ധവിശ്വാസികളായ ക്രിസ്ത്യാനികള്, കോടിക്കണക്കിന് വിശ്വാസികളുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അല്ലെ? നമ്മൾ ആത്മീയ കൂട്ടായ്മകളിലും അല്ലാതെയൊക്കെ ചെയ്യുന്ന ഒരു ഇപ്പം പിശാചിന് മനസ്സിലായി ഡിജിറ്റൽ യുഗമായതുകൊണ്ട് ആ വഴി കളിക്കാം എന്ന്. പണ്ട് അങ്ങനെയല്ല. വിചാരവും ക്രിയകളും പിന്നെ നേർച്ച കാഴ്ചകള്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും ഫോണിൽ തന്നെയാണെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ഫോണിൽ കൂടി തന്നെ അന്ധവിശ്വാസം ഷെയർ ചെയ്യാം എന്നുള്ള ഇത് സ്വീകരിക്കുന്ന ആൾക്കാരൊന്നും അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാൻ പെട്ടെന്ന് നമുക്ക് എന്ത് നമ്മൾ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് പ്രാർത്ഥിച്ചാ മതി. പ്രാർത്ഥിക്കണം. നമ്മള് വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മള് വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിശ്വസിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാരിലുള്ള ഒരു പ്രശ്നം. എന്താന്ന് വെച്ചാല് കുറെ മനുഷ്യർ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മള് ഒരു ചെറിയൊരു കറക്ഷൻ പറഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് അവര് പ്രതികരിക്കും. പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കണത്? ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആൾക്കാര് പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് ദൈവവുമായിട്ടുള്ള ഒരു സംവാദമാണ്. അല്ലെ? അപ്പൊ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ഹൃദയങ്ങളിൽ മാറ്റമില്ല. ഭയങ്കര പ്രാർത്ഥനക്കാരാണെന്നുള്ള ലേബല് മാത്രം ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന എങ്ങോട്ട് പോകും? പിശാചുക്കൾക്കാണ് പോണത്. അല്ലെ? നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മള് ദൈവ സ്വഭാവത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾക്കൊന്നും മാറ്റം സംഭവിക്കുന്നില്ല. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാല് നമുക്ക് ദാനമായി കിട്ടും. അപ്പൊ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു മാറ്റമാണ് ദൈവത്തെ അനുസരിക്കാനുള്ള കൃപ.
അല്ലെ? ദൈവം പറയുന്നത് അനുസരിക്കുള്ളൂ, മനുഷ്യൻ പറയുന്നത് അനുസരിക്കില്ല എന്ന് ചിന്ത വരുന്നത് പൈശാചികമാണ്. അല്ലെ? നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ നമുക്ക് ചിലപ്പോ നല്ല കൃപയുള്ള ഒരു ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോ ആ വ്യക്തി കൃപയുടെ നല്ലൊരു നിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, സമൂഹം വളരെ അംഗീകരിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മുമ്പിൽ ആ വ്യക്തിയുടെ വളർച്ചയും ഉയർച്ചയും ഒന്നും അറിയാത്ത ഒരു സാധാരണ കുഞ്ഞു വന്നിട്ട് പറയാണ് അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോ ആ വ്യക്തി കൃപയുണ്ടെന്നുള്ള ഒരു ടെസ്റ്റാണത്, അല്ലെ? അപ്പൊ സമൂഹം എന്തോരം ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതല്ല, ഈ വ്യക്തിയുടെ ഉള്ളില് ദൈവം എത്രത്തോളം ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ ടെസ്റ്റിന്റെ അർത്ഥം, അല്ലെ? അപ്പോ ഇങ്ങനെ, അതായത് നമ്മൾ കൃപ വർദ്ധിക്കുന്ന അനുസരിച്ച് ടെസ്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കും. ചിലപ്പോ ഈ വിശുദ്ധരുടെ ജീവിതത്തില് ഒരുപാട് നാണക്കേടുകളുടെ അപമാനങ്ങളുടെയും ഒരുപാട് കണക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ജീവിത സമയങ്ങള്, സാഹചര്യങ്ങള്, സമൂഹം, അല്ലെ? നമ്മള് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി ഒരു ഒരു പാടത്തിന്റെ അരികത്ത് കൂടി പോകുമ്പോഴോ അവിടെ ഇങ്ങനെ നെൽക്കതിരുകൾ കെട്ടിയെടുക്കുന്ന ഒരു ആള് പറയും, വളരെ നിസ്സാരമായ ഒരു കാര്യം പറയും. അതെന്ത് കാര്യം പറഞ്ഞെന്ന് ഞാനിപ്പോ മറന്നുപോയി. അപ്പോ അങ്ങനെ ചെയ്യരുത്, ഞങ്ങളെയൊക്കെ ഓർക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു നിസ്സാര കാര്യം പറഞ്ഞാണ്. ഇപ്പൊ പാവപ്പെട്ടവരാണല്ലോ, പാവപ്പെട്ടവരെ ഈ ഫ്രാൻസിസ് അസീസി നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫ്രാൻസിസ് അസീസിയുടെ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ കേട്ടറിഞ്ഞുള്ള ഒരു ഇതാണ്. ഇങ്ങനെ പാടത്തുകൂടി പോകുമ്പോഴേക്കും കൂട്ടുകാരനുണ്ട്. അപ്പോ ഈ ഫ്രാൻസിസ് അസീസി പറയണ കണ്ടോ, എന്നെ ഈശോയാണ് ഉപദേശിച്ചതെന്ന്, എന്റെ ഈശോയാണത് എന്നോട് പറഞ്ഞതെന്ന്. പക്ഷെ കൂടെ നിൽക്കുന്ന ആള് കാണുന്നത് എന്താണ്? കൃഷി ചെയ്യുന്ന ഒരു പാവപ്പെട്ട വൃദ്ധനായ ഒരു ദരിദ്രനായ ഒരു വ്യക്തി. അസീസി കാണുന്നത് അവനിലുള്ള സദുപദേശങ്ങൾ നൽകുന്ന ഒരു ഈശോയെയാണ് കാണുന്നത്. അതാണ് മനുഷ്യരുടെ ചിന്തകളില് ഉണ്ടാവുന്ന മറ്റതുപോലെ ഫ്രാൻസിസ് അസീസിക്ക് ഉണ്ടായിട്ടുള്ള മറ്റൊരു അനുഭവം ചുംബനത്തിന്റെ കഥ അറിയാവോ? കുഷ്ഠം പിടിച്ച ഒരു മുഖം ചുംബനം കൊണ്ട് സ്വീകരിക്കാനായിട്ട്. അപ്പോ നോക്കുമ്പോ ഇങ്ങനെ പറയണം, ഒന്ന് ചല ഒഴുകിയൊക്കെ ഇരിക്കുകയാണ്, പക്ഷെ ചുംബിക്കാൻ പറയും. അപ്പോ ഈ ഫ്രാൻസിസ് അസീസി ചെന്ന് ചുംബിക്കുന്നുണ്ട്. അപ്പൊ ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് അന്നേരം ചിന്തിക്കാം, ഇത് ഭയങ്കര പ്രയാസമാണെന്ന് ചിന്തിക്കാം. പക്ഷെ ഫ്രാൻസിസ് അസീസിയുടെ ഹൃദയത്തിൽ മുഴുവനും ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് എന്താ, ഈ പുഴുക്കളെയും ചലങ്ങളെയും ഒന്നും ഫ്രാൻസിസ് അസീസിയുടെ ഹൃദയത്തില് ഒരു തടസ്സമായി നിന്നില്ല. ചെന്ന് ചുംബിക്കുകയും ഉടനെ തന്നെ ഈ ചുംബിച്ച വ്യക്തി ആരായി മാറി? കേട്ടിട്ടുണ്ടോ കഥ? ഈശോയായി മാറി. അപ്പൊ അങ്ങനെ കാണുന്ന വ്യക്തിയെ ഈശോയായിട്ട് ഈശോയാണ് വന്നത്. ഈശോ ഒരു കുഷ്ഠരോഗിയുടെ രൂപത്തിലാണ് ഫ്രാൻസിസ് അസീസിയുടെ മുമ്പിൽ വന്നത്. അങ്ങനെയാണ് ഈശോ 3 പ്രാവശ്യം ചുംബിച്ചു. 3ാമത്തെ പ്രാവശ്യമാണ് ഈ കുഷ്ഠരോഗം പിടിച്ച ഈ മുഖം ഏറ്റവും മനോഹരമായ അതാണ് 2ാം ക്രിസ്തുവായി മാറാൻ. അതായത് സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും നമ്മള്, അല്ലെ? നമ്മുടെ സ്വഭാവം മൊത്തം മാറും. പ്രാർത്ഥിക്കുന്ന ആളുകളിൽ സ്വഭാവം മാറുന്നില്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, വേണ്ടേ? പ്രവർത്തിക്കുന്നത് ദൈവമാണെങ്കിൽ നമ്മളെ ഫ്രാൻസിസ് അസീസിയെ നയിച്ച ദൈവം തന്നെയാണ് നമ്മളെ നയിക്കുന്നത്. സകല വിശുദ്ധരെയും രൂപാന്തരപ്പെടുത്തിയ അതാണ് ഇന്നലെ നമ്മൾ ഗ്രേസ് ഓഫ് ഗോഡിൽ ഇട്ടിരിക്കുന്ന വചനഭാവം. ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. എല്ലായിടത്തും എല്ലാവരെയും നയിക്കുന്നത് ഒരേ ഒരു ശക്തി മാത്രമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് വിശ്വാസം വഴി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാലേ
നമുക്ക് ദൈവ സ്വഭാവത്തിലേക്ക് എത്താൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളിലുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ നശിപ്പിക്കുക. അപ്പൊ വിശ്വാസം സ്വീകരിച്ച ഉടനെ തന്നെ നമുക്ക് എന്താ ഒരു പുതിയൊരു ക്വാളിറ്റി ഉണ്ടാവുന്ന എന്താണ്? ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു ക്വാളിറ്റി. അത് എന്ത് അവസ്ഥയിലും ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ദൈവഹിതം നമ്മളിൽ നിറവേറ്റുക. അല്ലെ? ദൈവം നമ്മളെ മുമ്പിൽ വന്നിട്ട് നീ അത് ചെയ്യ് ഇത് ചെയ്യുന്നല്ല. ആത്മാവില് നമ്മുടെ ആത്മീയ ചിന്തകളെ കർത്താവ് നയിക്കും. അല്ലേ? കേൾക്കാവോ? ആത്മീയ ചിന്തകളെ കർത്താവാണ് പിന്നെ നിയന്ത്രിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വിശ്വാസവും വിശ്വാസ പരീക്ഷണങ്ങളെയും പിന്നെ വിശുദ്ധിയിലും അനുസരണത്തിലും ഒക്കെ നമ്മൾ കൂടെ കൂടെ വളരുന്നതും നമുക്കെതിരെ നിൽക്കുന്ന ഈ നമ്മളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ എന്താണ് കീടമായി കിടക്കുന്ന അല്ലെങ്കിൽ മാലിന്യമായി കിടക്കുന്ന പലതും നമുക്ക് പുറത്ത് തള്ളിക്കളയാനായിട്ട് സാധിക്കുന്നതിന്റെ കാര്യം എന്താ? ഈ ദാനമായി തന്ന വിശ്വാസത്തെ നമ്മൾ വേണ്ട വിധത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇന്നുവരെ ലഭിക്കാഞ്ഞതിന്റെ ഒരു പ്രത്യേകമായൊരു പ്രതിസന്ധി എന്താണ്? വിശ്വാസത്തെ വിശുദ്ധിയോടുകൂടെ അല്ലെങ്കിൽ ആ ഒരു തീഷ്ണതയോടുകൂടെ ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ ദൈവത്തെ അനുസരിക്കുമായിരുന്നു, ദൈവത്തോട് വിശ്വസ്ത പുലർത്താൻ പറ്റുമായിരുന്നു, ദൈവം പറയുന്ന കാര്യങ്ങൾ എനിക്ക് സ്വീകരിക്കാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എനിക്കത് എന്ത് വില കൊടുത്തു അത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോ നമ്മൾ എല്ലാവരും പ്രാർത്ഥന ബിംബങ്ങളായി മാറുക എന്നുള്ളത് പിശാചുക്കളുടെ ഇഷ്ടമാണ്. പക്ഷെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവത്തിലേക്ക് ഉയരുക അല്ലെങ്കിൽ വളരുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ നിന്നും പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ, അല്ലെ? പുറത്തേക്ക് വരുന്ന ഫ്രൂട്ട്. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം നല്ല നല്ല വെളിച്ചത്തിലേക്ക്, അതായത് നമ്മള് വിശ്വാസം വളരും തോറും നമ്മളിലുള്ള ഇരുട്ടുകൾ മാറും, പ്രകാശം വരും. പ്രകാശം എന്ത് ചെയ്യും? പ്രകാശം എല്ലാ തടസ്സങ്ങളെയും മാറ്റും. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ഫ്രീഡമായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനം നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ കരുണ വർഷിക്കാൻ കാര്യം? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഭക്തർ എന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക്. വിശ്വാസത്തില് അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കുന്നവരെ സഹായിക്കാനും സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും അനുഗ്രഹിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിന് മാത്രമാണ്. അതിൽ ആരും കൈകടത്താൻ ദൈവം സമ്മതിക്കില്ല. അല്ലേ? സമ്മതിക്കോ? ഒരു ഈച്ച പോലും അതിലേക്ക് കയറാനായിട്ട് ദൈവം അനുവദിക്കില്ല. അതാണ് ഈ ഭക്തി എന്ന് പറഞ്ഞാല് എന്താണ്? വിശ്വാസത്തില് പേര് നമ്മൾ ഇന്നത്തെ ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്തു, നമ്മൾ വിശ്വസിച്ചു. പക്ഷെ അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വിശ്വാസം പൂർണ്ണതയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അത് അനുസരിക്കുമ്പോഴാണത് പൂർണ്ണതയിലേക്ക് ഒരു 90% എത്തുന്നത്. അനുസരിക്കുമ്പോ പിന്നെ അടുത്ത കാര്യം എന്താണ്? പ്രാവർത്തികമാക്കുക, അല്ലെ? അനുസരിക്കാനുള്ള ഒരു
തീരുമാനം എടുക്കുകയാണ്. ഒരാള് എനിക്കത് ഞാൻ ചെയ്യും എന്ന് അനുസരിക്കുന്ന ഒരു നിമിഷം നമ്മളത് വെറുതെ ഇരിക്കില്ല, അല്ലേ? ഇത് ചെയ്യും, അത് പ്രാവർത്തികമാക്കാൻ എത്രയും വേഗം അത് പ്രാക്ടിക്കലി ചെയ്യുവാനായിട്ട് ഉള്ള ശരീരം അതിന് തയ്യാറാകും. അപ്പോഴെന്താണ്, അങ്ങനെ ഒരു പരീക്ഷണം, 2 പരീക്ഷണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വരുമ്പോ ഈ വിശ്വാസികള് നല്ലൊരു ഭക്തരായി മാറും, അല്ലേ? മാറോ? അങ്ങനെയാണ് വിശ്വാസികള് നല്ലൊരു ഭക്ത ജീവിതത്തിലേക്ക് നമ്മൾ തന്നെ ഇപ്പോ നമ്മുടെ കൂട്ടായ്മയില് വളരെ അങ്ങനെ ഒരുപാട് അങ്ങനെ ആത്മീയ ശക്തിയുള്ളവരോ അല്ലെങ്കിൽ ഒരുപാട് ഞാനടക്കം ഉള്ളവരൊന്നും അല്ല. പക്ഷെ എന്തൊക്കെയോ ഒരു കൃപ നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്, ഇല്ലേ? ഒരുപാട് ദൈവിക ചിന്തകൾ, അതായത് നമ്മൾക്ക് ചിന്താമണ്ഡലങ്ങളിൽ തന്നെ എന്തോരം കാര്യങ്ങളാണ് ഈശോ വെച്ച് തരുന്നത്, അല്ലേ? ഇപ്പൊ നമ്മള് ഇത്രയും നാള് സങ്കീർത്തനങ്ങൾ വായിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളാണ് ഈശോ പറഞ്ഞു തന്നത്. എല്ലാവർക്കും അറിയാവുന്ന വചനഭാഗങ്ങളാണ് ഈ സങ്കീർത്തനം 91. അതായത് സങ്കീർത്തനങ്ങള് ഏറ്റവും കൂടുതൽ ബൈഹാർട്ടാക്കിയിട്ടുള്ള ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വചനഭാഗമാണ് സങ്കീർത്തനം 91. പക്ഷെ അതിൽ ഒരു വചനം പോലും ഹൃദയപൂർവ്വം അതിന്റെ എന്താണ് ഈശോ പറയുന്നതിന്റെ കണ്ടന്റ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ക്ഷമ എത്ര ക്രിസ്ത്യാനികൾ കൊടുത്തിട്ടുണ്ടാവും, എത്ര വിശ്വാസികൾ കൊടുത്തിട്ടുണ്ടാവും, എത്ര ഭക്തജീവിതങ്ങൾ കൊടുത്തിട്ടുണ്ടാവും? അവിടെയാണ് നമ്മളിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ. അത് നമ്മളുടെ ഈ കൂട്ടായ്മയോട് ദൈവം കാണിച്ച വലിയൊരു കരുണയാണ്, അല്ലെ? നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും, അല്ലെ? ഈ അതെ, അതങ്ങനെ തന്നെയാ. അപ്പൊ നമ്മള് ഇത്രയും പ്രായമൊക്കെ ആയെങ്കിലും ഇത്രയും നാൾ ഉപയോഗിച്ച വചനമാണെങ്കിലും അതിന്റെ ആ ഉള്ളടക്കം അല്ലെങ്കിൽ ആ കണ്ടന്റിന്റെ യഥാർത്ഥ കഴമ്പ്, സങ്കീർത്തനം 91 യഥാർത്ഥ കഴമ്പ് എത്രമാത്രം കാര്യങ്ങളുടെ ഒരു കലവറയാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുപോലെ അത് ഇതിലേക്ക് സങ്കീർത്തനം 91 നമ്മുടെ വിക്ടർ ഡോബർ ഉണ്ടായിരുന്നില്ലേ വെളിയില് മരിച്ചുപോയത്, അപ്പൊ അതുപോലെ തന്നെ ഇതിൽ കിട്ടിയതാണ് ഈ സങ്കീർത്തനം 91. പക്ഷെ അതിന്റെ ആഴമായ അർത്ഥമൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കണം. ഇപ്പോഴാണ് ദൈവം അനുവദിച്ചത്, അതുകൊണ്ടാണ്. അപ്പോ ഇതാണ് നമ്മള്, ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് വളരെ ശിശുവാണ്. നമ്മള് ഈ കൺവെൻഷന് പോകുമ്പോഴും വലിയ വലിയ എന്താണ് ധ്യാനങ്ങളിലും ധ്യാന സെന്ററിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആന്തരികതയില് വ്യക്തതയോടുകൂടെ നമ്മളിപ്പോ ഈ മണിക്കൂർ എന്ന് വെച്ചാൽ ആകെ 2 മണിക്കൂറേ ഇരിക്കുന്നുള്ളൂ, അല്ലെ? ഇപ്പൊ ഇത് വചനം പറയുന്ന ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. പക്ഷെ ഓരോ ദിവസവും ധ്യാനങ്ങളാ, അല്ലെ? ഓരോ ദിവസവും മെഡിറ്റേഷൻ ധ്യാനിക്കുക. അത് ഒരുപാട് വചനങ്ങളൊന്നുമില്ല, ഒരു ചെറിയ സെന്റൻസ്, ഒരു കുഞ്ഞു സെന്റൻസ്, അതും ഒരു അധ്യായത്തിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷങ്ങളായിട്ടുണ്ടാവും ഈ മെഡിറ്റേഷൻ, ഈ ഒരു അധ്യായങ്ങളിൽ നിന്ന് തന്നെ. വളരെ കുറച്ച് സമയം മാത്രമേ എക്സ്ട്രാ ഒരു വചനവും കൂടി എടുത്തിട്ട് നമ്മൾ വിചിന്തനം ചെയ്യുന്നുള്ളൂ. അപ്പോ ഈ മറിയത്തിന്റെ സ്തോത്രഗീതത്തില് മറിയം പറയാണ് എന്താണ്, തന്റെ ഭക്തരുടെ മേൽ 1000 തലമുറകൾ വരെ അവിടുന്ന് കരുണ വർഷിക്കും. നമുക്ക് എത്ര തലമുറകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം? വ്യക്തമായിട്ട് 3-4 തലമുറ. 3 അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നണില്ല, അല്ലെ? 1, 2, മൂന്നാമത്തെ എത്തുമ്പോ എല്ലാവരെയും എത്തിപ്പിടിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെതായ പഴയ തറവാടുകളൊക്കെ ആണെങ്കിൽ പേരുകളും ഫോട്ടോസും ഒക്കെ കണ്ടതിന്റെ ഒരു വെളിച്ചുണ്ടാവും, അല്ലെ? പണ്ട് ഒരു അങ്ങനെയുള്ള ഒരു അവസരങ്ങളുള്ള തറവാടുകളൊക്കെ ആണെങ്കിൽ, അല്ലെ? സാധാരണ ഒരു നോർമൽ മനുഷ്യന് 2 തലമുറകളെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് അറിയുള്ളൂ, അല്ലേ? ഇപ്പോഴത്തെ തലമുറകൾ വെച്ച് നോക്കുമ്പോ ഈ കഴിഞ്ഞ തലമുറകൾ ആരൊക്കെയാണ് ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ കല്യാണം കഴിച്ച് വന്ന ബാക്കിലത്തെ 2 തലമുറയും നമ്മുടെ ഇപ്പോഴത്തെ 2 തലമുറയും തന്നെ പറ്റുള്ളൂ. അതെ. അപ്പൊ ഇപ്പോഴത്തെ കല്യാണം കഴിച്ച് വരുന്ന പെൺകുട്ടികള് അവരുടെ ലൈഫില് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പോഴും അറിയില്ല. എനിക്കൊക്കെ ഇപ്പോഴും അറിയില്ല എന്റെ ഫാമിലിയിൽ ആരൊക്കെയുള്ളതെന്ന്, അല്ലെ? ഞാൻ ഈ ഒരു തലമുറ കഴിഞ്ഞിട്ട് പോലും ഇല്ല. അതിന് മുമ്പ് തന്നെ
അറിവില്ല അതിനെക്കുറിച്ച്. കാരണം എന്താ, നമുക്ക് മുമ്പിലുള്ള തലമുറക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എന്താണ് തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളും കൂടി അറിയണം എന്നുള്ളൊരു ആഗ്രഹവും അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്താലും മാത്രമേ നമുക്ക് ആ അറിവിലേക്ക് എത്താൻ പറ്റൂ. പക്ഷെ എല്ലാ തലമുറകളെയും അറിയുന്ന ആരാണ്? ദൈവമാണ്, അല്ലേ? അപ്പൊ ഈശോ പറയാണ് 1-2 തലമുറകളല്ല, 1000 തലമുറകൾ വരെ, അല്ലെ? നമുക്ക് നിശ്ചയം അപ്പോ 1000 തലമുറകൾ വരെ എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെ. പക്ഷെ അത് എങ്ങനെ എത്തിപ്പിടിക്കണം? വിശ്വാസത്തില് എത്തിപ്പിടിക്കും. ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടാവണമെങ്കിൽ ആദ്യം വലിയ ദാനമായി തരുന്ന സംഭവത്തെ അത് ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ പഠിക്കണം. വിശ്വസിക്കുന്നവ ഹൃദയത്തിൽ സ്വീകരിച്ച് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ്, അല്ലെ? അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുമ്പോൾ ഈ പറയുന്നത് പ്രവർത്തിച്ചില്ലെങ്കിൽ വിശ്വസിച്ചതും പറഞ്ഞതും വ്യർത്ഥമായി, അല്ലെ? മനുഷ്യന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും നമ്മൾ ഒരു വഞ്ചകിയും വഞ്ചകനുമായി മാറും. അപ്പൊ അതുകൊണ്ടാണ് പറയണത്, എന്താണ്, വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കരുത് എന്ന് പറയുന്നില്ലേ? എന്താ കാര്യം? നമ്മൾ പറയുന്നത് ഒട്ടും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് വലിയൊരു അപകടം നമ്മുടെ ആത്മാവിനെ പിടികൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈശോയുടെ ഈ ഒരു വലിയൊരു ചിന്ത തിരിച്ചറിയണം. നമ്മളുടെ ഈ ഒരു വലിയൊരു കൃപയാണ് ദൈവം നമ്മളുടെ ഈ ഒരു ജീവിത ആയുസ്സില് ദൈവം തരുന്ന മഹാദാനമായ വിശ്വാസം എന്ന് പറയുന്നത്. അത് നമ്മള് വെറുതെ കിട്ടിയത് കൊണ്ട് നമ്മള് നിസ്സാരമാക്കി കളഞ്ഞാല് നമ്മളുടെ ജീവന്റെ മേലധികാരം വെക്കുന്നത്, വിശ്വാസം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അന്ധവിശ്വാസം കയറും. വിശ്വാസമില്ലായ്മയിൽ കൂടി പുതിയ വിശ്വാസം വരാനായിട്ട് സാധ്യതകൾ ഒരുപാടുണ്ട്. അതുവഴി അങ്ങനെ വരും. നമുക്കിന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ തിരുവചന ഭാഗമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമുക്കറിയാം, വിശ്വാസത്തോടെ ഈശോ തരുന്നത് തന്നെ വിശ്വാസത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്കെല്ലാം ലഭിക്കും. നമുക്ക് ഉടനെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൃപ എന്ന് വെച്ചാല് അത് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്, അല്ലേ? ആ ഉറപ്പ് പിന്നെ നമുക്ക് അതൊരു വലിയൊരു പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കും. ക്രൈസ്തലോട് നമുക്ക് വിശ്വാസത്തിന്റെ മേഖലകളില് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെ കിട്ടാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ചപ്പോ ഈശോ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ റേഡിയോ ആയി മാറുന്നതുകൊണ്ടാണ് ഈശോ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോ ഈശോ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. പലപ്പോഴും നമ്മളത് കേൾക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റും? ഈശോ പറഞ്ഞിട്ടുണ്ടായി എന്താണ്? പ്രാർത്ഥന കേൾക്കാത്തതിന്റെ ഒരു കാരണം എന്താണ്? 59 ചോദിക്കുന്നത് കൊണ്ടാണ്.
ഏ ഈ തിന്മയായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ അതായത് പലപ്പോഴും എന്താണ് നിന്നെയും എന്നെയും അകറ്റിയിരിക്കുന്ന നമ്മുടെ അകൃത്യഭാരങ്ങള് എടുത്തു കളയാതെ ഒരിക്കലും, അതായത് ദൈവം പരിശുദ്ധനാണ്, അതനുസരിച്ച് മാത്രമേ ഇപ്പൊ നമുക്കൊരു ഒരു ലോൺ അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ തന്നെ ഒരു ലോൺ എടുത്തിട്ട് പെൻഡിങ് കിടക്കുകയാണ്. അങ്ങനെ പെൻഡിങ് കിടക്കുന്ന ലോണിന്റെ മീതെ വേറൊരു ലോൺ അപ്ലൈ നമുക്ക് തരുമോ? തരില്ല അല്ലേ? നോർമലി അങ്ങനെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം. നമ്മൾ എടുത്ത ലോൺ അത് കുടിശ്ശികിട്ടു, അത് ഒരു മൈൻഡും ഇല്ലാണ്ട് അങ്ങനെ കിടക്കുകയാണ്, ശ്രദ്ധയില്ലാണ്ട്. അപ്പോ ആ ലോൺ തന്നെ വളരെ പരിതാപകരാവസ്ഥയിലാണ് അടഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറെ ഡ്യൂസ് വന്നു. പിന്നെ ആ ബാങ്കിൽ നിന്ന് എങ്ങനെ വേറൊരു ലോൺ തരും? അപ്പൊ ആദ്യം എന്ത് ചെയ്യും? അത് ക്ലിയർ ചെയ്യാൻ പറയും അല്ലേ? അത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് ബാങ്കിലെ മാനേജർ പറയും. പറയില്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിലും. ഈശോ പറയും, ചില കാര്യങ്ങളൊക്കെ നീ ക്ലിയർ ചെയ്താ നിന്നെ സഹായിക്കാൻ എനിക്ക് എളുപ്പം സാധിക്കും. നിന്റെ ഏത് മേഖലയിൽ കൂടിയാണോ നിനക്ക് തടസ്സം വന്നിട്ടുള്ളത് ആ മേഖലകളെ നീ അനുദപിച്ചാൽ നീ ഐശ്വര്യം പുനഃസ്ഥാപിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇപ്പം പാപങ്ങൾ ഏറ്റുപറയുക. അല്ല, പാപങ്ങൾ ഏറ്റുപറയണമെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം വേണം. പാപം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണം, ബോധ്യം തന്നെ, ഞാൻ വിശ്വസിക്കണം എന്നെ പാപം ചെയ്യാത്തവനോടോ. അതൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതല്ലേ? ഇപ്പൊ ഞാൻ മാത്രമാണോ ചെയ്യുന്നത്? ഒരു കാര്യം പറയണം എന്നൊക്കെ പറഞ്ഞു നിന്ന് കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? മനസാന്തരം സംഭവിക്കുന്നില്ല അല്ലേ? മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തയില്ല. ചിന്തയില്ലെങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അവരുടെ അഹങ്കാരത്തിന് അവരെ വിട്ടുകൊടുക്കും. നീ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ എന്ന് പറഞ്ഞ് കർത്താവ് അവരെ. അപ്പൊ അങ്ങനെ എന്ത് പറയും? പക്ഷെ ലോകം മുഴുവൻ നേർച്ചയും കാഴ്ചയൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ സൂത്രത്തിലൊക്കെ നടത്താനൊക്കെ ശ്രമിക്കും. പക്ഷെ ഇവിടെ കൂടി ഒന്നും വിശ്വാസം വളരാൻ പോകുന്നില്ല. വളരോ? വിശ്വാസം വളരാൻ പോകുന്നില്ല. ഈ വിശ്വാസം വളരാൻ പോകാത്തത് കൊണ്ട്, കാര്യങ്ങൾ നടന്നാലും നടന്നില്ലെങ്കിലും വിശ്വാസം വളരാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? പിന്നെയും നമുക്ക് അപകടങ്ങൾ വരാൻ സാധിക്കും. അതേസമയം നമ്മളിൽ ഒരു വിശ്വാസമുള്ള ഒരു ജീവിതം ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിന്റെ മുമ്പിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുവാനുള്ള ഒരു വലിയ ഒരു ഹെൽത്ത് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ചോദിച്ചത് കിട്ടിയില്ല, കർത്താവ് തരും എന്നല്ല, നല്ല ഉറപ്പുണ്ട്. കാരണം ആരാ? സർവ്വതും സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ എനിക്കൊരു ഹോൾഡ് ഉണ്ട്. എന്റെ അപ്പനോടാ ഞാൻ ചോദിച്ചിരിക്കുന്നത്. എന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ, എന്റെ ഭാഗത്ത് ഞാൻ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അബ്രഹാം തന്റെ ജീവിതത്തില് ഈ 60 വയസ്സ് കഴിഞ്ഞപ്പോ ഈശോ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഉടനെ തന്നെ ഒന്നും കൊടുത്തില്ല. പിന്നെ ഒരു വിശ്വാസ പരീക്ഷണ കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് ഇസ്മായിൽ ഉണ്ടാവുന്നത് എന്ന് വിചാരിച്ച് കൊടുക്കാതിരുന്നോ? ഈശോ കുഞ്ഞിനെ കൊടുത്തു അല്ലേ? അപ്പൊ ഈ വിശ്വാസ പരീക്ഷണങ്ങളില് അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഭക്തി ജീവിതത്തിന്റെ ഒരു വലിയ ഒരു പ്രോസസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മൾ മാറ്റാനുള്ളത് മാറ്റാതെ നമ്മൾ എന്തെല്ലാം നേർച്ച കാഴ്ചകൾ ചെയ്താലും, എന്തെല്ലാം ഭക്താഭ്യാസങ്ങൾ ചെയ്താലും വിശ്വാസ മേഖലകളിൽ വളർച്ച പ്രാപിക്കാത്തിടത്തോളം കാലം കാര്യസാധ്യം നടന്നാലും നടന്നില്ലെങ്കിലും നമ്മളിൽ ഈ വിശ്വാസ വളർച്ചയ്ക്ക് ഒരു വ്യക്തമായ ഒരു അടിയുറച്ച ഒരു അടിത്തറ ഇല്ലാന്നുണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല അല്ലെ? വീടിന്റെ മേൽക്കൂര നന്നാക്കിയിട്ട് കാര്യമുണ്ടോ? ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലെങ്കിൽ മേൽക്കൂര നല്ല ഭംഗിയൊക്കെ ആക്കിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു വീട് തവിടുപൊടിയായിട്ട് വീണ കണ്ടായിരുന്നു. താമസിക്കാനായിട്ട് അടുത്ത ദിവസങ്ങളായിരിക്കും. പക്ഷെ 3 നില കെട്ടിടമാണ്, വെറുതെ കുമ്മായം കൊണ്ട് വീണ പോലത്തെ ഒരു അവസ്ഥ. അപ്പൊ എന്താ കാര്യം? ഫൗണ്ടേഷൻ
ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഭൂമിയുടെ ആ ഒരു അവസ്ഥ അനുസരിച്ച് ഫൗണ്ടേഷൻ കൃത്യമായ രീതിയിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലോട്ട് കെട്ടി 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 പോക്കും. പക്ഷെ അവസാനം ഈ അടിത്തറയില് പ്രതിസന്ധി വരുമ്പോ തലയും കുത്തി വീഴും. ഇതാണ് നമ്മുടെ ഈ ജീവിതത്തിനുള്ള ഒരു പ്രത്യേകമായ ഒരു പ്രതിസന്ധി. അപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും, ഏത് സ്ഥലത്താണെങ്കിലും, ഏത് സങ്കടത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും നമ്മുടെ പ്രാർത്ഥന പെർഫെക്റ്റ് ആയിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള നല്ല ഉറപ്പുണ്ട്. ഇന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലർക്കും പണ്ട് ഞാൻ പ്രാർത്ഥിച്ച കാര്യം ഇപ്പോൾ സാധിച്ചു കിട്ടുമ്പോഴേക്കും, പണ്ട് നമ്മൾ പ്രാർത്ഥിച്ചതാണ് ചിലപ്പോ ഒരു 10-30 വർഷം കഴിഞ്ഞപ്പോ നമ്മൾ മറന്നുപോലും പോയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ സാധിച്ചു കിട്ടുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പണ്ട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അന്നേരം ഒന്നും കിട്ടില്ലെന്നുള്ള ഉറപ്പുണ്ട്. പക്ഷെ വിശ്വാസത്തിന്റെ പുറത്ത് വെറുതെ ഒരു കാഷ്വൽ ആയിട്ട് പ്രാർത്ഥിക്കുമ്പോ എന്താണ്, നമുക്കതിന് സാധ്യതകളൊന്നുമില്ല. പക്ഷെ സാധ്യതകളില്ലെങ്കിലും സാധ്യമാക്കുവാൻ ദൈവത്തിന് ഒരു മനസ്സുണ്ടല്ലോ. അത് നമ്മൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചെങ്കിൽ സാധ്യതകളില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ സാധിച്ചു കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. അസാധ്യമായ കാര്യങ്ങളിൽ സാധ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തിക്ക് മാത്രമേ സാധിക്കൂ. അതിന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നല്ലൊരു അടിത്തറ വേണം. വിശ്വാസ മേഖലകളിൽ ഒരു വിശുദ്ധി വേണം, അല്ലെങ്കിൽ ഒരു വിശ്വസ്തത വേണം. അവിടെ നമ്മൾ വിശ്വസിക്കുന്ന അനുസരിച്ച് നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ. നമ്മളിപ്പോ എല്ലാവർക്കും ഇപ്പൊ എന്നോട് പറയുന്നതായിരിക്കില്ല നിങ്ങളോട് പറയണം, നിങ്ങളോട് പറയണായിരിക്കില്ല എന്നോട് പറയണം. അങ്ങനെ ഓരോരുത്തരോട് പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പല പ്രാർത്ഥനകളിലും ഉത്തരം കിട്ടാതെ കുറെ പ്രാർത്ഥനകൾ നമുക്ക് പെൻഡിങ് ആയിട്ട് ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത്. മേഖലകളെല്ലാം ഈശോയുടെ കരുണയുടെ തിരുരത്വത്തിന്റെ അനുഗ്രഹത്തിന്റെ യോഗ്യതയാൽ കർത്താവെ എല്ലാം അവിടുത്തെ ഹിതമനുസരിച്ച് പൂർത്തീകരിച്ച് തരണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തെ ഞങ്ങൾക്കായി ഞങ്ങൾക്കായി